ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ആത്മോപദേശ ശതകം, മന്ത്രം 20. ഉലകിനു വേറൊരു സത്തയില്ലതുണ്ടെന്നുലകരുരപ്പത് സർവമോഹഹീനം. ജളനു വിലേശയമെന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ആത്മോപദേശ ശതകം, മന്ത്രം 20. പ്രപഞ്ചത്തിന് ആദിമസത്തയായ ആത്മാവിൽ നിന്നു വേറിട്ട് ഒരു ഉണ്മയില്ല. അങ്ങനെ ഒരു ഉണ്മ ഉണ്ടെന്ന് ലോകർ പറഞ്ഞു പോരാറുള്ളത് മുഴുവൻ വേണ്ടവണ്ണം ചിന്തിക്കാത്തത് കൊണ്ട് മാത്രം അറിവില്ലാത്തവന്റെ കണ്ണിൽ പാമ്പ് എന്നുള്ള തോന്നലുണ്ടായാലും മനോഹരമായ പൂമാല പാമ്പായി തീരുമോ? എല്ലാ മനുഷ്യരും യുക്തിയുക്തമായി ചിന്തിക്കുന്നവരല്ല. യുക്തിയുക്തം എന്നു പറയുമ്പോൾ ആദിമസത്തയ്ക്ക് യോജിക്കുന്ന രീതിയിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. പരമകാരണമായിരിക്കുന്ന ആത്മസത്തയിൽ എല്ലാറ്റിനെയും യോജിപ്പിച്ചു മനസ്സിലാക്കുമ്പോൾ ആ ചിന്ത യുക്തിയുക്തമാണ്. കാരണത്തിൽ നിന്നും അന്യമായി ഒരു കാര്യത്തിനും നിലനിൽക്കാനാവുകയില്ല. കളിമണ്ണിനെ കൂടാതെ കുടത്തിന് എങ്ങനെ നിലനിൽക്കാൻ കഴിയും? അതുകൊണ്ട് ഗുരു ഉറപ്പിച്ചു തന്നെ പറയുന്നു, ഉലകിനു വേറൊരു സത്തയില്ല എന്ന്. ഇത് കേൾക്കുമ്പോൾ ഈ ലോകം ശൂന്യമാണെന്നല്ല മനസ്സിലാകേണ്ടത്. ലോകത്തിലുള്ള എല്ലാറ്റിനും അർത്ഥമായിരിക്കുന്നത് ഒരേ ഒരു ആദിമസത്ത തന്നെയാണ് എന്നാണ്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.